മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലേക്കുള്ള പ്രഭാഷണ യാത്രകളായിരുന്നു. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്ത് ധന്യമായിരുന്നു. വിവരണാതീതമായിട്ടുള്ള അനുഭൂതിയായിരുന്നു ഓരോ സ്ഥലത്തും പ്രഭാഷണം നടത്തുമ്പോൾ. അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് വ്യക്തികൾ വളരെ വളരെ സാധാരണക്കാരായി വയലിൽ ജോലിയെടുക്കുന്നവർ മുതൽക്ക് കുവൈറ്റിലും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ധാരാളം വ്യക്തികൾ ഈ പ്രഭാഷണം കേൾക്കാനുണ്ടായിരുന്നു, അത് ഉൾക്കൊള്ളാനുണ്ടായിരുന്നു. പല അമ്പലങ്ങളും ഭരിക്കുന്നത് ഇടതുപക്ഷക്കാരാണ്. ചിലതിൽ ഇടതുപക്ഷവും വലതുപക്ഷവുമുണ്ട്, ചിലതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവുമുണ്ട്. എല്ലാവർക്കും ഒരേ ലക്ഷ്യം, എല്ലാവർക്കും ഒരേ മാർഗം. ഒരമ്പലത്തിൽ പ്രഭാഷണത്തിന് പോയപ്പോൾ ഏതാണ്ട് 5000-ഓളം പേരുണ്ടായിരുന്നു. കാർത്തിക വിളക്കിനോടനുബന്ധിച്ചുള്ള കാർത്തികോത്സവത്തിന് പങ്കെടുത്ത അവര് ഐകകണ്ഠ്യേന പറഞ്ഞത്, നിങ്ങൾക്ക് ഈ അമ്പലം എന്തിനാണെന്നുള്ളത് അറിഞ്ഞൂടാ, അമ്പലത്തിന്റെ ഉദ്ദേശം അറിഞ്ഞൂടാ. 2, ദേവീ സങ്കല്പം, ഭഗവതി സങ്കല്പം എന്താണെന്ന് അറിഞ്ഞൂടാ. 3, കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഒന്നും ചെയ്യാതെ കിടക്കുന്ന നവീകരണ കലശങ്ങളും ഒന്നും നടക്കാതെ മുമ്പോട്ട് പോകുന്ന ഈ ക്ഷേത്രം ഭക്തജന തിരക്കുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എല്ലാ മതത്തിൽപ്പെട്ടവരും വരുന്ന ഒരമ്പലം. പക്ഷെ നവീകരണം നടക്കണില്ല, എവിടെയോ ഒരു തകരാറ്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് പോലുമില്ല. ഇപ്പൊ പ്രഭാഷണത്തിൽ ഈ 3 കാര്യങ്ങളും ചേർത്തു. അമ്പലം എന്തിനാണ്, നമ്മളുടെ മനസ്സിന്റെ തളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കുള്ള പ്രയാണത്തിന്, നമ്മൾ അമ്പലത്തിൽ നടത്തുന്ന ഓരോ കർമ്മങ്ങളും ശരീരത്തിന്റെ ആരോഗ്യത്തിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ഈ ക്ഷേത്രയാത്രകളിലേക്കും തീർത്ഥയാത്രകളിലേക്കും പോകുമ്പോൾ കുടുംബ ബന്ധം ദൃഢമാകുന്നത് എങ്ങനെയാണ്, അതേപോലെ സമൂഹത്തിലെ വൈവിധ്യമാർന്ന ജനങ്ങള്, സാമ്പത്തികമായിട്ട് ഉയർന്നവരും താഴ്ന്നവരും വിവിധ ജാതികളിൽപ്പെട്ടവര്, എല്ലാ വിഭാഗക്കാരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ എങ്ങനെയാണ് അമ്പലം സഹായിക്കുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ക്ഷേത്ര കലകള്, ക്ഷേത്രവാദ്യങ്ങള്, ക്ഷേത്രാചാരങ്ങള്, ക്ഷേത്രാനുഷ്ഠാനങ്ങള്, അതിൽ മൂല്യം, ജീവിത മൂല്യം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്, സമൂഹത്തിന്റെ ഐക്യം അതെങ്ങനെ ക്ഷേത്രങ്ങളിലൂടെ സാധിക്കും, ശബരിമലയും അതുപോലെ തന്നെ കേദാർനാഥും ബദ്രീനാഥും അമർനാഥും തിരുപ്പതി അമ്പലവും പഴനിയും മധുരമീനാക്ഷി ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളുമെല്ലാം എങ്ങനെയാണ് നാഷണൽ ഇന്റഗ്രേഷൻ, രാഷ്ട്രത്തിന്റെ ഐക്യത്തിനെ ഊട്ടിയുറപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ക്ഷേത്രത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഭാരതത്തില് പുരുഷ ദേവതാ സങ്കല്പത്തിന് തുല്യമായിട്ട് സ്ത്രീ ദേവതാ സങ്കല്പമുണ്ടെന്ന് വിവരിച്ചു. എത്ര അമ്പലങ്ങള് ശ്രീകൃഷ്ണനും ശ്രീരാമനും ശിവനും വിഷ്ണുവിനും ഭരതനും അതുപോലെയുള്ള പുരുഷ അവതാര പുരുഷ ദേവതാ സങ്കല്പത്തിനുണ്ടോ, അത്രയുമോ അതിനേക്കാൾ കൂടുതലോ പ്രസിദ്ധമായതും ഉജ്ജ്വലവുമായ സ്ത്രീ ദേവതാ സങ്കല്പമുള്ള ക്ഷേത്രങ്ങളുണ്ട്. ശരിക്ക് ചേർത്തല കാർത്യായനി ക്ഷേത്രം, മുല്ലക്കൽ ഭഗവതി ക്ഷേത്രം, ആലപ്പുഴയിലെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം, പ്രസിദ്ധങ്ങളായ തിരുമാന്താംകുന്ന് ക്ഷേത്രം,
ഇങ്ങനെ തെക്കേറ്റം മുതൽക്ക് വടക്കേറ്റം വരെ നോക്കിയാൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, ചക്കുളത്ത് കാവുദേവി ക്ഷേത്രം, വളരെയധികം ഫേമസ് ആയിട്ടുള്ള സ്ത്രൈണ ദേവത ആരാധന നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ പുരുഷാവതാരങ്ങളെ പോലെ തന്നെ സ്ത്രീകളെയും ആരാധിക്കുന്നുണ്ട്. മഹാഭാരതം സൃഷ്ടിച്ചത് 3 സ്ത്രീകളാണ്. ശരിക്ക് കുന്തിയും ഗാന്ധാരിയും ദ്രൗപദിയുമാണ് മഹാഭാരതം സൃഷ്ടിച്ചത്. എഴുതിയത് വേദവ്യാസനാണെങ്കിലും രാമായണം സൃഷ്ടിച്ചത് 3 സ്ത്രീകളാണ്, കൈകേയിയും മന്ദരയും സീതാദേവിയും. എഴുതിയത് വാൽമീകിയാണെങ്കിലും. അതുപോലെ തന്നെ ത്രിമൂർത്തി സങ്കല്പത്തിന് തുല്യമായിട്ട് ത്രിശക്തി സങ്കല്പമുണ്ട്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് തുല്യമായിട്ട് സരസ്വതി ലക്ഷ്മി പാർവതി സങ്കല്പമുണ്ട്. പ്രപഞ്ച പുരുഷ സങ്കല്പത്തിന്റെ ലെവലില് ഈശ്വരാരാധന എത്തിയാല് തത്തുല്യമായിട്ടുള്ള സ്ത്രീ ഉണ്ട്, പ്രകൃതി ദേവി സങ്കല്പമുണ്ട്. വിഷ്ണു സഹസ്രനാമം പ്രപഞ്ച പുരുഷനെ ആരാധിക്കുമ്പോൾ ലളിതാ സഹസ്രനാമം പ്രകൃതി ദേവിയെ ആരാധിക്കുന്നു. പുരുഷസൂക്തം പ്രപഞ്ച പുരുഷനെ വേദത്തിൽ വാഴ്ത്തുമ്പോൾ ശ്രീസൂക്തം ദേവിയെ വാഴ്ത്തുന്നു. ഇപ്പൊ സ്ത്രൈണ പുരുഷ ഭാവങ്ങൾ ഒരുപോലെ പ്രപഞ്ച പുരുഷ പ്രകൃതി ദേവി സങ്കല്പത്തിലുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പോയാല് ബ്രഹ്മസങ്കല്പം അത് അവസാനത്തേതല്ല, അതിന് തുല്യമായിട്ടുള്ള സ്ത്രീഭാവമുണ്ട്, മഹാമായ സങ്കല്പം. ഇപ്പൊ പരബ്രഹ്മസങ്കല്പവും അല്ലെങ്കിൽ ബ്രഹ്മസങ്കല്പവും തത്തുല്യമായ മഹാമായ സങ്കല്പവും ഒരുമിച്ച് പോകുന്നു. അതിലും കുറെ കൂടി ഉയർന്നു നിൽക്കുന്നത് മഹാമായ സങ്കല്പമാണ്. ക്ഷേത്രത്തെക്കുറിച്ച് വിവരിച്ചു, സ്ത്രൈണഭാവത്തിലുള്ള ദേവിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് വിവരിച്ചു. ദേവി മാഹാത്മ്യത്തില് വളരെ ഭംഗിയായിട്ട് ദേവിയെക്കുറിച്ച് പറയുന്നുണ്ട്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. അമ്മയുടെ രൂപത്തിൽ സർവചരാചരങ്ങളിലും ഇരിക്കുന്നത്, സ്മൃതി രൂപേണ സംസ്ഥിത, ഓർമ്മയുടെ രൂപത്തില്, ധൃതി രൂപേണ നിശ്ചയദാർഢ്യത്തിന്റെ രൂപത്തിൽ നിൽക്കുന്നത്. അങ്ങനെ കുറേ വരികളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സിനെയാണ് ദേവി എന്ന് പറയുന്നത്. ഇപ്പോ ദേവീഭാവം ദേവഭാവം വിവരിച്ചു. അവര് തന്നെ പറഞ്ഞിരുന്നത് 33 വർഷമായിട്ട് ഇവിടെ കലശം നടക്കണില്ല, നവീകരണ കലശം നടക്കുന്നില്ല. അപ്പൊ നവീകരണ കലശത്തിന്റെ ആവശ്യം എന്താണെന്ന് വിവരിച്ചു. ഓരോ മനുഷ്യനും രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കാറുണ്ട്, നല്ല വസ്ത്രം ധരിക്കാറുണ്ട്, പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം കഴിക്കാറുണ്ട്. ഇതേ സങ്കല്പമാണ് ക്ഷേത്രത്തിലുള്ളത്. അത് കഴിഞ്ഞ് വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ക്ഷേത്രങ്ങൾ ആരാധനകളിലേക്കൊക്കെ പോകുന്ന ഉത്സവം, തീർത്ഥാടനം, ഇതൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് പണ്ട് പറഞ്ഞിരുന്നത് വർഷത്തിലൊരിക്കലോ 12 വർഷത്തിലൊരിക്കലോ ഒരു വ്യാഴവട്ടത്തിനൊരിക്കലോ പഞ്ചകർമ്മ ചികിത്സ നടത്തണമെന്ന് പറയാറുണ്ട് പണ്ട്. അടിമുടി നമ്മുടെ ശരീരത്തെ നവീകരിക്കാനായിട്ട്. അതേപോലെ 12 വർഷത്തിലൊരിക്കലോ ഒരു വ്യാഴവട്ടത്തില് ഒരിക്കലാണ് ശരിക്കും അമ്പലത്തിൽ നവീകരണ കലശം നടത്തുക. അതിൻ്റെ ആവശ്യവും പറഞ്ഞു കൊടുത്തു. യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റിയിൽ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എല്ലാ മതത്തിലുള്ളവരുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുണ്ട്. അവർക്കൊരു അസാധാരണമായിട്ടുള്ള സംതൃപ്തിയാണ് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ തോന്നിയത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വേറൊരു അനുഭവം കൂടി ഉണ്ടായി. ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കുറേ പേര് കരയുന്നുണ്ടായിരുന്നു. സന്തോഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് സന്തോഷത്തിൻ്റെ ക്ലൈമാക്സിലുള്ള കരച്ചിൽ, വേറൊരു കരച്ചിലാവാൻ സാധ്യതയില്ല. ഇത്ര ഭംഗിയായിട്ട് ഒരു റിസപ്ഷൻ, ഒരു ഒത്തുചേരലിൻ്റെ മഹത്വം. 1.25 മണിക്കൂർ നേരത്തുള്ള പ്രഭാഷണം കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ഓരോ അമ്മയും പ്രായമായവരും ചെറുപ്പക്കാരും അടുത്ത് വന്ന് ഇന്നാണ് ക്ഷേത്രം എന്താണെന്ന് മനസ്സിലായത്. അതിൻ്റെ സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നു സാറേ. ഞങ്ങളുടെ അമ്പലം എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ. ഇപ്പോഴാണ് അമ്പലം മനസ്സിലായത്, അതുകൊണ്ടാണ് ഞങ്ങൾ കരയുന്നത്. ഇത്രയും കാലം ഒന്നും അറിയാതെ അമ്പലത്തിൽ തൊഴുതു പോയിരുന്നല്ലോ, ഇനിയിപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തൊഴുതു പോവാമല്ലോ എന്നൊരു വീക്ഷണം.
ഞാൻ എല്ലാവരോടും പറയാറുള്ളത്, നമുക്ക് ഒരുമിച്ച് 42,000-ഓളം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് അറിഞ്ഞത്. എല്ലാത്തിലും ഇപ്പൊ ആരാധന നടക്കുന്നുണ്ട്. പല ക്ഷേത്രങ്ങളിലും എല്ലാ ജാതിയിലും പെട്ടവര് പൂജ നടത്തുന്നുണ്ട്. അതും വേണം. ഒരു ജാതിയിലോ ഒരു വർണ്ണത്തിലോ പെട്ടവർ മാത്രമല്ല, എല്ലാവരും സാധിക്കുന്നിടത്തോളം നല്ല രീതിയിൽ പൂജ പഠിച്ച് പൂജാകർമ്മം ചെയ്യുന്ന അവസ്ഥ, എല്ലാവരും പങ്കെടുക്കുന്ന അവസ്ഥ, എല്ലാവർക്കും, എല്ലാ മതസ്ഥർക്കും നമ്മളുടെ ക്ഷേത്രം തുറന്നു കൊടുക്കുന്ന അവസ്ഥ, ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് അത്യാഡംബരപൂർവമായ പലതും ഒഴിവാക്കല്, വെടിക്കെട്ട് മാനയും ഒഴിവാക്കല്, അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ വിഭവ സമൃദ്ധമായ സദ്യ ഒഴിവാക്കല്, എന്നാൽ അന്നദാനം വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ് നിർത്തിയത്. വളരെ 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 സന്തോഷത്തോടു കൂടി അനുഭവമായിരുന്നു. ആ അമ്പലത്തിലും മറ്റമ്പലങ്ങളിലുമെല്ലാം ഇതിൻ്റെ തന്നെ എക്സ്ട്രാപ്പുലേഷൻ ആയിരുന്നു മറ്റമ്പലങ്ങൾ. ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ രണ്ട് കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2-3-4 ദിവസമായിട്ട് എന്തുകൊണ്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് ഉത്തരവായി പിന്നെ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാം പല രാജ്യത്തിൽ നിന്ന് പലരും ഓഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം മൊബൈലിൽ ലഭിക്കുകയും ചെയ്യും. 40, 50, 60 MB ഉള്ള വീഡിയോ ഓഡിയോ ആക്കി മാറ്റുമ്പോൾ 2, 3, 4 MB ആയിട്ട് മാറും. അതും മൊബൈലിലിരുന്ന് കേൾക്കാനും കാറിൽ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് കാറിലിരുന്ന് ഓടിക്കുന്ന സമയത്ത് കേൾക്കാനും എല്ലാം പ്രയോജനപ്പെടുന്ന വിധത്തിൽ വീഡിയോ വന്ന ഉടനെ തന്നെ ഓഡിയോ ആക്കാനുള്ള സംവിധാനമുണ്ട്. നല്ല രീതിയിൽ വളരെ ഗംഭീരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് മെസ്സേജസ്. ഇത് നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും ഈ രാഷ്ട്രത്തിൻ്റെ ധന്യമായിട്ടുള്ള സന്ദേശം എത്തിക്കാൻ ഇതേപോലെയുള്ള അനുഭവങ്ങളും കൂടി കുറച്ചെങ്കിലും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. പ്രണാമം, നമസ്കാരം.